ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കുഞ്ഞു ഹാബിറ്റ്സ്, അതായത് നല്ല പവർഫുൾ ആയിട്ടുള്ള 5 മൈക്രോ ഹാബിറ്റ്സ്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ചെറിയ പോയിന്റ്സ് ആക്കി ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ഫസ്റ്റ് പോയിന്റ് നമ്പർ 1, മേക്ക് യുവർ ബെഡ് ഇൻ ദ മോർണിംഗ്. രാവിലെ തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ മടക്കി വെക്കുക. മീൻസ് ബെഡ് നമ്മൾ വിരിച്ച് വെക്കുക. നമ്മൾ കിടക്കുന്ന പോർഷൻ നന്നാക്കി ഇടുക, നമ്മുടെ ബെഡ് നന്നാക്കി ഇടുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമുക്ക് നമ്മുടെ ആ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രഷ്നെസ് നമ്മുടെ മൈൻഡിന് തരും എന്നാണ് പറയുന്നത്. മീൻസ് നമുക്ക് ആ ഒരു ദിവസം നല്ല ഇൻറ്റൻസീവായിട്ടും നല്ല പ്രൊഡക്റ്റീവായിട്ടും കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് ആദ്യത്തെ പോയിന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മിക്കപ്പോഴും നമ്മളെപ്പോലുള്ള ഏജിലുള്ളവരാണെങ്കിലും ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിലും സ്റ്റുഡൻസ് ഒക്കെ ആയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നേരെ കിടക്കപ്പായിന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല മാറ്റമാണ് നമ്മളുടെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റും നമ്മൾ കിടക്കുന്ന ബെഡൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി ഇടുന്നത് നല്ലതായിരിക്കും. ഇത് എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താ പറയുക, ഒരു മന്ദിച്ചൊക്കെ തല നിൽക്കുന്ന ഒരു ടൈമാണല്ലോ ആ ടൈം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്തിട്ട് നമ്മളെടുക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് നോക്കി ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് മടക്കി വെച്ച് പില്ലോ ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് തുടങ്ങിയേക്കാം എന്നുള്ളൊരു മൂഡ് വരും. ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് സ്റ്റുഡൻസ് ആയിരിക്കുന്നവർക്കും എംപ്ലോയീസിനൊക്കെ ഒരുപാട് ആ ഒരു ഡേ ഫുള്ളും അവർ വർക്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ അവരുടെ ഹെഡ് നല്ല എനർജിക്കായിട്ട് നല്ലൊരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നല്ലതാണ്. രണ്ടാമത്തെ ഹാബിറ്റ്സ്, ഹൈഡ്രേറ്റ്. വെള്ളം കുടിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാലോ ഓൾമോസ്റ്റ്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ ബ്രഷ് ചെയ്തിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി ഫ്രഷ്നെസ് തോന്നിക്കാനും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം രാവിലെ കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. എക്സ്പെഷ്യലി ഒരു മെൻ്റൽ ഹെൽത്തിനോട് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് നല്ലൊരു മൂഡ്, നല്ലൊരു കോൺസെൻട്രേഷൻ, നല്ല ഫോക്കസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലായാലും ഓഫീസ് വർക്കിലൊക്കെ ആയാലും നന്നായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് വെള്ളം കുടിക്കുന്ന കാര്യം ഭയങ്കര മടിയെന്നല്ല, എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ അതിനായിട്ട് സമയം മാറ്റി വെക്കാറില്ല. ഒരു വെള്ളം കുടിക്കണമല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറില്ല. ഒന്നെങ്കിൽ രാവിലെ കുറച്ച് നേരം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ചിരക്ക് ഗ്യാപ്പിൽ ദാഹിക്കുകയാണെങ്കിൽ കുടിക്കുക. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ എപ്പോഴൊക്കെ കുടിക്കുന്നോ ആ ടൈമിലൊക്കെ ഞാൻ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും എനിക്ക് ഈ വെള്ളം കുടിക്കാത്ത സിറ്റുവേഷനിലാണെങ്കിൽ അധികം വിശപ്പ് തോന്നത്തില്ല. പക്ഷെ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുന്ന ദിവസമാണെങ്കിൽ എനിക്ക് നല്ല വിശപ്പായിരിക്കും. മാത്രമല്ല ചിലർക്കൊക്കെ ഈ വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ആയാലും എവിടെയായാലും നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പോകുന്നു, ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, നമ്മുടെ തല ഭയങ്കര ഒരു മന്ദത പിടിച്ച് നമുക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വെള്ളം കുടിച്ച് നോക്കുക. ഇപ്പോഴേ നിങ്ങളൊരു ഡെയിലി ഒരു 2 ലിറ്റർ വെള്ളം മസ്റ്റായിട്ട് കുടിച്ച് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന്, മെൻ്റൽ സ്റ്റെബിലിറ്റിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഓർക്കും വെള്ളം കുടിക്കണമെന്ന്, പക്ഷെ വെള്ളം കുടിക്കത്തില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് വെള്ളം കുടിച്ചില്ലെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ എപ്പോഴൊക്കെയാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് അലാറം വെക്കുക കേട്ടോ. അപ്പോൾ ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിലായാലും. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിൽ അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കൂടുകയും ചെയ്യും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി 3ാമത്തെ പോയിന്റ്, രാവിലെ തന്നെ നമ്മൾ കുളിക്കുക, അതായത് നമ്മൾ ഫ്രഷ് ആകുക. നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ആണ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റു ഒരു അടുക്കും ചിട്ടയില്ലാണ്ട് ജസ്റ്റ് പല്ല് തേച്ച് മേക്കപ്പ് ഇട്ട് ഒരുങ്ങി പോകുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാർ. മീൻസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാവരും രാത്രി കുളിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് അതുപോലെ തന്നെ പോകലാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെഡ് ഭയങ്കരമായിട്ട് മന്ദിച്ചിരിക്കും. നിങ്ങൾക്ക് വർക്കിലായാലും സ്റ്റഡിയിലായാലും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ജസ്റ്റ് നമ്മുടെ തലയിൽ തണുപ്പ് ചെല്ലണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്മേഷമൊക്കെ ആയാലും കിട്ടുള്ളൂ. ഒരു ഫ്രഷ്നെസ്, ആ ഒരു ദിവസം ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വല്ല ക്ലാസ്സിലൊക്കെ ആയാലും നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കേണ്ടി വരും ഗൈസ്.
പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ലേഡീസിനൊക്കെ ആയാലും മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തവരായിരിക്കും, മുടിയൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ഭയങ്കര കെയർ ഒക്കെ കൊടുത്ത് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരൊക്കെ ഒന്നത്രാടൊക്കെ തല നനക്കുള്ളായിരിക്കും, നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യുവാണെങ്കിൽ അത് രാവിലെ തന്നെ വാഷ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക ഒരു ഉന്മേഷവും ഭയങ്കര ഫ്രഷ്നെസ്സും നമ്മുടെ ഹെഡൊക്കെ ആയാലും കുറച്ച് കൂളായിട്ടൊക്കെ തോന്നും. 4ാമത്തെ പോയിന്റ്, ഫോളോ ദ 2 minute rule. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആരെ സംബന്ധിച്ചായാലും നിങ്ങൾ ഒരു വർക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഒരു ജോലി പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ആളാണോ? ഇപ്പോൾ നിങ്ങൾക്ക് കിച്ചണിൽ എന്തെങ്കിലും പരിപാടി ഉണ്ട്, കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യണം, കിച്ചൺ ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്തായാലും രാത്രി ഒരുമിച്ച് ചെയ്യാം, ഇപ്പം ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ സൈഡ് മാറ്റി നിർത്തിയിട്ട് വേറെ കാര്യത്തിലേക്ക് പോകും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് അങ്ങനെ ചെയ്താൽ നമ്മുടെ വർക്ക് ലോഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു പ്രവൃത്തി മാറ്റി വെക്കാണ്ട് അതിൽ ഫോക്കസ് ചെയ്ത് അത് അന്നന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. സോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ഓഫീസിലായാലും ഇപ്പോൾ പഠിക്കുന്ന കാര്യമായാൽ പോലും ഹോംവർക്ക് ആയാൽ കൂടിയും നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. നമ്മളത് പെൻഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് നമ്മുടെ മൈൻഡിനെ അലട്ടിക്കൊണ്ടിരിക്കും. അയ്യോ അത് ചെയ്യണമല്ലോ, അയ്യോ ഇത് ചെയ്യണമല്ലോ, അയ്യോ ഇത് ചെയ്തില്ലല്ലോ, അതെങ്ങനെയെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ളൊരു തോട്ടായിരിക്കും നമ്മുടെ ഹെഡിൽ. പക്ഷേ ആ ടൈമിൽ നമ്മൾ അപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്ത് തീർത്താൽ എന്താ, അങ്ങനെ അത് തീർന്നു, ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്നുള്ളൊരു തോട്ടായിരിക്കും അല്ലേ. സോ ഞാൻ പറഞ്ഞു വന്നത് 2 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ ചെയ്യാൻ നോക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ്, ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും മറവി രോഗം ഉള്ളതാണല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവർ വീണ്ടും ഓർമ്മിക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞ് ചെയ്യാമെന്ന്. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞാലും നമ്മളത് ചെയ്യത്തില്ല. പിന്നെ പിറ്റേ ദിവസം നമുക്ക് റിമൈൻഡർ തരുമ്പോഴായിരിക്കും അയ്യോ നമ്മളത് ചെയ്തില്ലല്ലോ, അയ്യോ ചെയ്തില്ല, മറന്നുപോയി നമ്മൾ പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ വീട്ടിലുള്ള ഹൗസ് വൈഫ് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരു 3 കാര്യങ്ങൾ മാത്രം, അറ്റ്ലീസ്റ്റ് 3 കാര്യങ്ങൾ മതി. ആ 3 കാര്യങ്ങൾ നമുക്ക് അന്നേ ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതല്ലാണ്ട് നമ്മളൊരു മെനു പോലെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നമുക്ക് അന്നത്തെ ദിവസം നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ മൈൻഡിൽ അയ്യോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന 3 കാര്യങ്ങൾ മാത്രം നമ്മൾ മെൻഷൻ ചെയ്ത് നമ്മൾ കാണുന്ന രീതിയിൽ, നമ്മൾ എവിടെ ആയിരിക്കും നമ്മൾ അവിടെ കാണുന്ന രീതിയിൽ അത് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് ഒട്ടിച്ചു വെക്കുക. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ അവർ ജസ്റ്റ് ഫ്രിഡ്ജിൻ്റെ ഡോറിലോ അവിടെ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക. ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ അവർ എവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് അവിടെ ജസ്റ്റ് ഒട്ടിച്ചു വെക്കുക. പിന്നെ ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ പൗച്ചിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിടുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ പറയുക ഒരു അടുക്കും ചിട്ടയും കാണും. മാത്രമല്ല മറ്റുള്ളവരുടെ വായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരില്ല. കാരണം അന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുത്ത് അന്നു തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്യാനും നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ എന്തൊക്കെയോ ആയി നമ്മളെ കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ളൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഹാബിറ്റായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തത്തോടെ ചേഞ്ച് ആകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.